ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ രാജാവ് പുതിയൊരു തീരുമാനത്തിലെത്തി. മന്ത്രിമാരിൽ ഒരാളെ പ്രധാനമന്ത്രിയാക്കണം. ഇഹലോകവാസം വെടിഞ്ഞ മുൻ മന്ത്രി നല്ല കഴിവും പ്രാപ്തിയുമുള്ള ആളായിരുന്നു. ഇനി അതുപോലെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഏറെ പ്രയാസകരം. അതിനാൽ രാജാവ് തന്റെ മന്ത്രിമാരെല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് കൽപ്പിച്ചു, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരാളെ എൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി ഞാനൊരു മത്സരം നടത്താം. സമാധാനത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രം നിങ്ങൾ വരപ്പിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന ചിത്രം സമ്മാനിക്കുന്നയാളെ ഞാൻ പ്രധാനമന്ത്രിയാക്കാം. ഏവർക്കും വലിയ സന്തോഷമായി. കൊട്ടാരത്തിലെ ചിത്രകാരന്മാരെ എല്ലാം കണ്ട് മനോഹരമായ ചിത്രങ്ങൾ അവർ വരപ്പിച്ച് രാജസന്നിധിയിലെത്തിച്ചു. ശാന്തമായ തടാകത്തിൽ പ്രതിഫലിക്കുന്ന മനോഹരമായ ആകാശം, അതായിരുന്നു ഒരു മന്ത്രിയുടെ ചിത്രം. സൂര്യാസ്തമനത്തിൽ ചുവന്നു തുടിക്കുന്ന മനോഹരമായ കടൽ തീരമായിരുന്നു മറ്റൊരാൾ സമർപ്പിച്ചത്. കാറ്റിനാൽ തഴുകി നിൽക്കുന്ന മനോഹരമായ നെൽപ്പാടങ്ങളായിരുന്നു മറ്റൊരാളുടെ സമർപ്പണം. ഇങ്ങനെ പലതരത്തിലുള്ള മനോഹരമായ ചിത്രങ്ങളിൽ നിന്ന് രാജാവ് ഒരു ചിത്രം തിരഞ്ഞെടുത്തു. എല്ലാവരും അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ആ ചിത്രം ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും സ്വന്തം കൂട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നിറങ്ങുന്ന ഒരു പക്ഷിയുടെ ചിത്രമായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ രാജാവിനോട് ചോദിച്ചു, ഇതെങ്ങനെ സമാധാനത്തിന്റെ ചിത്രമാകും? രാജാവ് പറഞ്ഞു, ശാന്തമായ അന്തരീക്ഷത്തിൽ കണ്ടെത്തുന്നതല്ല സമാധാനം. കാറ്റിലും കോളിലും കഷ്ടതയിലും ശാന്തമായ മനസ്സോടെ ഇരിക്കാൻ കഴിയുന്നതാണ് സമാധാനം. അത് പുറത്തുനിന്ന് കണ്ടെത്തേണ്ടതല്ല, മറിച്ച് ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടതാണ്. രാജാവ് പറഞ്ഞത് വളരെ ശരിയാണ്. സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടത് പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അവ കണ്ടെത്താൻ കഴിയണം. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ എത്ര മനോഹരമായ കടൽ തീരത്ത് പോയിരുന്നാലും സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ സ്വസ്ഥവും സമാധാനവും നിറഞ്ഞ മനസ്സോടെ ജീവിക്കുന്ന ആൾക്ക് ദാരിദ്ര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിങ്കിൽ കാക്കും. സമാധാനവും ശാന്തതയും സന്തോഷവും ഒക്കെ കണ്ടെത്തേണ്ടത് ചുറ്റുപാടുകളിൽ നിന്നല്ല, മറിച്ച് ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൽ നിന്നായിരിക്കണം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്ക് ഏത് കാറ്റിലും കോളിലും സമാധാനത്തോടെ ശാന്തമായി ജീവിക്കുവാൻ കഴിയും. ആ സമാധാനത്തെ കണ്ടെത്തുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.